How old are you? 60, 61, 64. Oh, ready? 1, 2, 3. Yo, you purchased a new one? Wow. Excuse me guys. Okay, thank you. അങ്ങനെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിയറ്റ്നാമിലെ കാലുകൊണ്ട് തുഴയുന്ന ഒത്തിരി ബോട്ടുകളുള്ള അതിമനോഹരമായ ഒരു ഗ്രാമപ്രദേശത്തിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നത്. ഈ ഒരു ബോട്ട് തുഴയുന്നത് കാലുകളിലൂടെയാണ് എന്നുള്ളതാണ് വളരെ വിചിത്രവും കൗതുകവുമായിട്ടുള്ള ഒരു കാഴ്ച. ഇവിടെ രാവിലെ തന്നെ നമ്മൾ ഏകദേശം 11 മണിയോളം സമയമാകുമ്പോൾ നല്ല വെയിലാണ് കേട്ടോ. ഇവിടുത്തെ ബോട്ടുകളൊക്കെ നിങ്ങൾ കണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു പ്രത്യേക ഷേപ്പിലാണ്, നമ്മളുടെ നാടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രൂപത്തിലാണ് ഇവിടുത്തെ ബോട്ടുകളൊക്കെ ഉള്ളത്. അതിമനോഹരമായ ഒരു യാത്രയാണ് ഇനി അങ്ങോട്ട്. ഈ ഒരു തടാകത്തിലൂടെ ഒരുപാട് പുഴകൾക്ക്, ഒരുപാട് എന്താ പറയുക, ഗുഹകൾക്കൊക്കെ ഉള്ളിലൂടെയുള്ള ഒരു യാത്രയാണ്, മനോഹരമായൊരു യാത്ര. ഇവിടെ ഞങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഞങ്ങളുടെ ബോട്ട് തുഴയുന്ന ആളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് വിദേശികൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഈ ഒരു കാഴ്ച ഒപ്പുന്നതിന് വേണ്ടിയിട്ട് ശരിക്കും 2 മൊബൈലും 3 മൊബൈലൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അറിയാതെ എടുത്തു പോകും. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. കണ്ണ് കൊണ്ട് കാണുന്ന അത്രയും സൗന്ദര്യം ശരിക്കും ഈ ഫോണിലും ക്യാമറകളിലൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇവിടുത്തെ ഓരോ ബോട്ടും തുഴയുന്നത് കാലുകളിലൂടെയാണ്. 1 മണിക്കൂർ 1.5 മണിക്കൂറോളം സമയമെടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു ബോട്ട് യാത്ര ഉള്ളത്. പക്ഷെ അവർ എത്ര സുന്ദരമായിട്ടാണ് കാലുകൾ കൊണ്ട് ഇത് തുഴഞ്ഞു പോകുന്നത് നോക്കി. ഒരു ഭാഗത്ത് ആളുകൾ തിരിച്ചു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒത്തിരി വിദേശികളാണ്. ഏകദേശം 2000-ഓളം ബോട്ടുകളാണ് ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അത്രത്തോളം ആളുകൾക്ക്, ഈ ഒരു ഗ്രാമത്തിലുള്ള ആളുകൾക്കൊക്കെ ജോലി സാധ്യതകൾ എത്രയാണെന്ന് നോക്കിയേ. പിന്നെ പോകുന്ന വഴി മനോഹരമായ മറ്റൊരു പ്രത്യേകത എന്താ പറയുക, ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ ഇവിടുത്തെ നെൽപ്പാടങ്ങളാണ്. നെൽപ്പാടം എന്ന് പറഞ്ഞാൽ ഇത് ഈ പുഴയുടെ ഒരു സൈഡിൽ തന്നെയാണ്. പക്ഷെ ഒരു പ്രത്യേക രൂപത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു രൂപത്തിലാണ് ഈ ഒരു നെൽക്കതിരുകളൊക്കെ വളർന്നിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ ചില പ്രത്യേക സീസണുകളിൽ വിദേശികളെയും ടൂറിസ്റ്റുകളെയും ഒക്കെ കൂട്ടിയിട്ട് ഒരു കൊയ്ത്ത് മത്സരം എന്നൊക്കെ പറയാറില്ലേ, കൊയ്ത്ത് മത്സരം വരെ നടക്കും ഇവിടെ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അന്ന് ആ ഒരു സമയത്ത് ഒത്തിരി വിദേശികൾ പല സ്ഥലത്ത് നിന്നും ഇവിടെ വരുന്നു. അവരെല്ലാവരും കൂടിയിട്ട് ഈ വലത് ഭാഗത്ത് കാണുന്ന നെല്ലുകളൊക്കെ കൊയ്ത് അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആവും ആ ഒരു സമയത്ത് എന്നുള്ളതാണ് മറ്റുള്ളവർ പറയുന്നത്. പിന്നെ ഈ പോകുമ്പോഴുള്ള പ്രത്യേകത നിങ്ങൾ കണ്ടോ, 2 ഭാഗത്തും പടുകൂറ്റൻ ഭയങ്കരമായിട്ടുള്ള പാറക്കെട്ടുകളാണ്. അതിൻ്റെ ഇടയിലൂടെയാണ് ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വിയറ്റ്നാമിലെ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തു കൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വിയറ്റ്നാമിൽ നമ്മൾ സിറ്റിയിൽ കുറച്ച് മാറി ഇന്ന് ഞങ്ങൾ കുറച്ച് മൗണ്ടൻ ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത്. നിൻബിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. നിൻബിനിലെ വളരെ പ്രശസ്തമായ എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാര്യമാണ് ഇവിടുത്തെ ബോട്ട് റേസ് എന്ന് പറയുന്നത്. ബോട്ട് റേസ് ശരിക്കും വർക്ക്ഫുൾ ആണ്. കാരണം ഈ മൗണ്ടൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കാണുന്നത് പോലെ തന്നെ വളരെ വലിയ വലിയ മലനിരകൾ, പിന്നെ അതിൻ്റെ ഇടയിലൂടെ ഒഴുകുന്ന നദി, അതിലൂടെയുള്ള ഈ ബോട്ടിംഗ് യാത്ര വളരെ മനോഹരമാണ്. സൈഡിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൃഷിയും കാണാൻ പറ്റുന്നതാണ്. ഈ വലതു ഭാഗത്ത് കാണുന്നതൊക്കെ ചുണ്ണാമ്പ് പാറയുണ്ടോ? ഇത് മനോഹരമാണ് അല്ലേ? നോക്കി, നേരെ നോക്കി നോക്കി എത്രങ്ങാനും വലിയ പാറകളാണെന്നറിയാം. ഇത് ക്യാമറയിലൊക്കെ കാണുമ്പോൾ ഇതിന് പരിമിതികളുണ്ട്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത്രയും വലിയ പറഞ്ഞാൽ നല്ലൊരു ബാഹുബലി സെറ്റപ്പാണ്, അറിയില്ലേ? അതേപോലെയാണ്. കുറേ പേര് അവിടുന്ന് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. കുറേ അങ്ങോട്ട് യാത്ര ചെയ്തിട്ട് വേണം തിരിച്ചിങ്ങോട്ട് തന്നെ.
അതിനിപ്പോൾ നമ്മളൊരു ഗുഹയിലേക്ക് കയറിയിരിക്കുന്നുണ്ടോ. വളരെ വിശാലമായ ഒരു ഗുഹയാണ്. ഇതൊക്കെ ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. നല്ല വിശാലമായ ഗുഹയാണ്. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. ചില ആളുകൾ പാറയിൽ തൊട്ടൊക്കെ പോകുന്നു, ചില ആളുകൾ ഇതിപ്പം വീഴുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. അങ്ങനെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ബോട്ട് യാത്ര. നിങ്ങൾ നോക്കി ഇവിടെ റൈറ്റ് സൈഡിലൊക്കെ ഉണ്ടല്ലോ നമ്മളെ നേരത്തെ പറഞ്ഞ നെൽപ്പാടങ്ങൾ എന്ന് പറഞ്ഞ പോലെ കൃഷികൾ വലതു ഭാഗത്തൊക്കെ ഉണ്ട്. ഈ ബോട്ടിൻ്റെ ഫ്രണ്ട് കണ്ടോ നിങ്ങൾ? ഒരു പ്രത്യേക ഷേപ്പ് കാണുന്നില്ലേ? ഭയങ്കരമായ രസമാണിത് ഈ യാത്രകൾ. This is rice. No. Right. Rice. Yes, yes, yes. ഇതിനെന്തെങ്കിലും ടിപ്പ് കൊടുക്കണം. പാവാണ്. 50,000 കൊടുക്കണോ? കൊടുക്കട്ടെ സെലി സാറേ? Name. Chin. Wow. Age. How old are you? 60. 61. 64. Oh. Nice. Very sweet. നമ്മളൊക്കെ 64 ആകുമ്പോഴേക്ക്. This is rice, guys. This is rice. Oh no. Record. ഇതിൽ നല്ല മലയാളം പറഞ്ഞു പറ്റില്ലല്ലോ. Guys, അവിടെ മുകളിൽ കണ്ടോ കാനനച്ചാലയില കുറേ ആടുകളുണ്ട് അവിടെ. ഇപ്പൊ തന്നെ ഇടിച്ചേനെ കണ്ടോ. ഇതൊക്കെ വളരെ പെർഫെക്റ്റ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആണ്. അങ്ങനെ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഞാൻ കൊണ്ടുപോകാം വേണ്ടുമലാലേ ആനനച്ചാലയിലാടുമേക്കാൻ ഞാനും പോരട്ടെയോ നിന്റെ കൂടെ. പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. ഓക്കെ കേട്ടോ. ഏത് പാട്ടാണ്? തന്നെ ആയിക്കോട്ടെ. ഞങ്ങൾ ആക്ഷൻ പറഞ്ഞോളൂ. ഉണ്ടാവുമോ അതോ പാടവും 13% ഉള്ളൂ കേട്ടോ. നിന്റെ കൂടെ പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും. താങ്ക് യു. ആണോ? ലുക്ക് ലൈക്ക് വിൻ ഡീസൽ. ആരാണത് ചോദിച്ചത്? വീടുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. You want buy something? How much? How much? 30. 50 for 2. 50,000. 50,000 കൂടുതലല്ലേ ഇതിന്? Buy for her. Tip for her. Tip for Madame Vietnam. Buy tip for her. അങ്ങനെ For 100 for only 100. ഓർക്ക് വാങ്ങി കൊടുക്കണം. You want go 50? 34. No, Two. 50. No, not കൊടുത്തു. 34 2. We give 30. 34 to 30,000. 30,000. 30. No, 30. എന്നാ കൊടുത്തു. 30 ഓക്കെ. 30 ഓക്കെ. കൊടുക്കുമ്പോൾ അടിക്കളാ. 30 പറ്റിയാണ്. 30 ഉണ്ടെങ്കിൽ 30,000 വീശം. 30 ചില്ലറ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഉണ്ടോ? എങ്ങോട്ട് പിടിച്ചാണ് ഞാൻ എടുക്കാം. ഇത് 20 ആ എത്ര? 20 അത് 1 ലക്ഷം തോന്നുന്നു. നോ ഇത് 10 തന്നോ? 10 തന്നിന്. ഇത് 10 അല്ലേ? ഇത് 14 അല്ലേ? ഇവിടെ ഫുൾ ലോക്കായി. ഇത് 1 ലക്ഷം. ഇത് പിടിച്ചാണ്. ഞാൻ പിടിക്കാം. ഐ വിൽ ക്യാച്ച്. Salt, spicy. ആ ഓക്കെ. എവിടെ ചെന്നാലും നമ്മളെ ഫേവറേറ്റ് ആണിത്.
ഇതൊരു വ്യത്യസ്ത അനുഭവം തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ വന്ന് ഇവിടെ എത്തിയപ്പോൾ ആയിരങ്ങളൊക്കെയാണ്. ഫുള്ള് കൊടുത്തതാ. ഇത് ഭയങ്കര വ്യത്യസ്ത അനുഭവം തന്നെയാണ്. നമ്മൾ കുറേ വന്ന് ഇതാ ഇവിടെ കണ്ടില്ലേ, ഇവിടെ മാംഗോ ഉണ്ട്, അതേപോലെ പൈനാപ്പിൾ ഉണ്ട്, കടലുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പൊ എത്ര കിട്ടി? 20,000. സാർ 20,000 അല്ലല്ല, അതിന്റെ ഉള്ളിലുള്ള ആ നീല കൊടുക്കും. ഇപ്പോഴത്തെ പൈസ ഒന്നും അറിയില്ല, ഒക്കെ പഠിക്കണം ഇങ്ങനെ. On streets. And you see on the streets here a lot of ninja.